2012 മെയ് 7. പതിവിന് വിപരീതമായി മോസ്കോയിലെ തെരുവോരങ്ങൾ തീർത്തും വിജനമാണ്. ദൂരെ നിന്ന് മോട്ടോർ സൈക്കിളുകളുടെ ഇരമ്പൽ കേൾക്കാം. തൊട്ടു പിന്നാലെ ആ കറുത്ത എസ് ക്ലാസ് മെഴ്സിഡസ് ബെൻസ് പുൾമാൻ ഗാർഡ് കാർ അതിവേഗത്തിൽ പാഞ്ഞുവരുന്നു. റോഡരികിൽ ഓരോ 100 മീറ്ററിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ. കാറിനുള്ളിൽ ഗൗരവത്തോടെ സാക്ഷാൽ വ്ളാഡിമർ പുടിൻ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ അതിന്റെ പുതിയ ഭരണാധികാരിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. 3-ാം വട്ടം റഷ്യയുടെ ഭരണാധികാരിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള യാത്രയിലാണ് പുടിൻ. വിവാദങ്ങളും സംഘർഷങ്ങളും കത്തിനിന്ന ഇലക്ഷന് ശേഷം റഷ്യയുടെ ചക്രവർത്തി പദത്തിലേക്കുള്ള പുടിന്റെ രാജകീയ യാത്ര. പുടിന്റെ കാർ ക്രെംലിൻ കൊട്ടാരത്തിന്റെ സുവർണ കവാടങ്ങൾ കടന്നു. പുറത്ത് നഗരം ഭീതിയുടെയും ആകാംക്ഷയുടെയും നിശബ്ദതയിലായിരുന്നെങ്കിൽ കൊട്ടാരത്തിനുള്ളിൽ രാജകീയമായ ഒരു വരവേൽപ്പാണ് അദ്ദേഹത്തിനായി കാത്തിരുന്നത്. വിശാലമായ സെന്റ് ആൻഡ്രൂസ് ഹാളിലേക്ക് ചുവന്ന പരവതാനിയിലൂടെ പുടിൻ ഗാംഭീര്യത്തോടെ നടന്നു നീങ്ങി. വിവാദങ്ങളും പ്രതിഷേധങ്ങളും അപ്പോഴും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പ്രതിഷേധത്തിന്റെ ഒരു തരിമ്പ് പോലും തന്റെ അധികാരപഥത്തിൽ നിഴൽ വീഴ്ത്താൻ വ്ളാഡിമർ പുടിൻ ആഗ്രഹിച്ചിരുന്നില്ല. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു തലേന്ന് മെയ് 6 നടന്ന മാർച്ച് ഓഫ് മില്യൻസ് എന്ന കൂറ്റൻ റാലി അക്രമാസക്തമായതോടെ ക്രെംലിൻ നയം വ്യക്തമാക്കിയിരുന്നു. സമാധാനപരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ അരാജകവാദികൾ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്നും അത് ക്രമസമാധാന നില തകർക്കുമെന്നും റഷ്യൻ പോലീസ് വിഭാഗം നിലപാടറിയിച്ചു. പ്രകോപനങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു ഔദ്യോഗിക ഭാഷ്യം. സുഗമമായ ഗതാഗതവും വിദേശ പ്രതിനിധികളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ നഗരഹൃദയം താൽക്കാലികമായി അടച്ചിടുക മാത്രമാണ് ചെയ്തതെന്ന് ക്രെംലിൻ വക്താക്കൾ ലോകത്തോട് പറഞ്ഞു. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരി അധികാരമേൽക്കുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി ആഹ്ലാദിക്കേണ്ടതിനു പകരം സൈന്യത്തെയും സുരക്ഷാസേനയെയും ഉപയോഗിച്ച് ജനങ്ങളെ വീടുകളിൽ തളച്ചിട്ട പുടിന്റെ നീക്കം പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറി. പിറ്റേ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ പുടിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കി. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെയെല്ലാം വ്ളാഡിമർ പുടിൻ പതിവ് ശൈലിയിൽ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ലിബിയയിലും ഈജിപ്തിലും കണ്ടതുപോലെ തെരുവുകളിൽ ജനങ്ങളെ അഴിച്ചുവിട്ടാൽ രാജ്യം തകരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ പ്രതിഷേധക്കാർക്ക് നൽകിയ സഹായം ചൂണ്ടിക്കാട്ടി സുരക്ഷാ നടപടികളെ അദ്ദേഹം ന്യായീകരിച്ചു. മുൻ പ്രസിഡന്റ് മെദ്വദേവ് ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതി പ്രകാരം 4 വർഷത്തിനു പകരം 6 വർഷത്തെ കാലാവധിയാണ് പുടിന് ലഭിച്ചത്. ഇത് അദ്ദേഹത്തിന് ഭാവിയെക്കുറിച്ച് ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വലിയ കരുത്ത് നൽകി. 90കളിലെ തകർച്ചയിൽ നിന്ന് റഷ്യയെ കരകയറ്റിയ രക്ഷകൻ എന്ന ഇമേജിൽ നിന്ന് റഷ്യയുടെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കുന്ന നായകൻ എന്ന നിലയിലേക്കുള്ള പുടിന്റെ പരിവർത്തനമായിരുന്നു പിന്നീടങ്ങോട്ട്. ജനാധിപത്യപരമായ വിമർശനങ്ങളെക്കാൾ താൻ വിഭാവനം ചെയ്യുന്ന മഹത്തായ റഷ്യ എന്ന ലക്ഷ്യത്തിനാണ് പുടിൻ മുൻഗണന നൽകിയത്. പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കാൻ കർശനമായ നിയമങ്ങളാണ് അദ്ദേഹം പിന്നീട് നടപ്പിലാക്കിയത്. വിദേശ സഹായം സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകളെ ഫോറിൻ ഏജൻസായി മുദ്രകുത്തിക്കൊണ്ട് അവയുടെ പ്രവർത്തനം തടഞ്ഞു. റഷ്യയെ ലോകശക്തിയാക്കി മാറ്റാനായി അവിശ്രമം പ്രവർത്തിക്കുമ്പോഴും ലോകമെപ്പോഴും കൗതുകത്തോടെ നോക്കിയ ഒന്നായിരുന്നു പുടിന്റെ സ്വകാര്യ ജീവിതം. മുൻ KGB ചാരന്റെ സ്വതസിദ്ധമായ നിഗൂഢതയോടെ പുടിൻ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായാണ് സൂക്ഷിച്ചത്. രാഷ്ട്രീയത്തിലെ ഓരോ നീക്കവും പരസ്യമായി ആഘോഷിക്കുമ്പോഴും തന്റെ വ്യക്തിജീവിതത്തിലേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന് അയാൾ ഉറപ്പിച്ചു.
എന്നാൽ 2013 ജൂണിൽ മോസ്കോയിലെ ക്രെംലിൻ പാലസിൽ വെച്ച് നടന്ന ആ സംഭവം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. 2013 ജൂൺ 6 മോസ്കോയിലെ ക്രെംലിൻ സ്റ്റേറ്റ് പാലസ് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. റഷ്യയുടെ ഗരിമ വിളിച്ചോതുന്ന എസ്മരാൾഡ എന്ന വിശ്വപ്രസിദ്ധമായ ബാലെ നൃത്തം കാണാൻ രാജ്യത്തെ പ്രമുഖർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. സ്റ്റേജിൽ സംഗീതവും നൃത്തവും അതിന്റെ ലഹരിയിൽ ആഴ്ന്നു നിൽക്കുമ്പോഴും പുട്ടിന്റെ മനസ്സ് മറ്റൊരു വലിയ തീരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. നൃത്തത്തിന്റെ ആദ്യ ഭാഗം അവസാനിച്ചു. ഇന്റർമിഷൻ സമയത്ത് പുട്ടിനും ല്യൂദ്മിലയും ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. അവിടെ കാത്തുനിന്ന റഷ്യ 24 ചാനലിന്റെ റിപ്പോർട്ടർക്ക് മുന്നിൽ അവർ നിന്നു. ക്യാമറകൾ അവർക്ക് നേരെ തിരിഞ്ഞു. തികച്ചും ഔദ്യോഗികമായ വിവരം പങ്കുവയ്ക്കുന്ന ലാഘവത്തോടെ പുട്ടിൻ തന്റെ വ്യക്തിജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ തീരുമാനം തുറന്നു പറഞ്ഞു. ഞങ്ങൾ വേർപിരിയുകയാണ്. ഇതൊരു സംയുക്ത തീരുമാനമായിരുന്നു. വിറയ്ക്കാത്ത ശബ്ദത്തോടെ വികാരവിക്ഷോഭങ്ങളില്ലാതെ പുട്ടിൻ പറഞ്ഞു നിർത്തി. 30 വർഷം നീണ്ട ആ ദാമ്പത്യം റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. പുട്ടിൻ തന്റെ സ്വകാര്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യായത്തിന് അവിടെ തിരശ്ശീലയിട്ടു. ല്യൂദ്മിലയുടെ വാക്കുകളിലും വേദനയുണ്ടായിരുന്നില്ല. പുട്ടിൻ പൂർണ്ണമായും തന്റെ രാജ്യത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് വിശ്രമമില്ല. കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കാൻ സമയവുമില്ല. അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ റഷ്യ എന്ന സാമ്രാജ്യത്തിന്റെ ഏകാന്തനായ ചക്രവർത്തിയായി പുട്ടിൻ അവിടെ സ്വയം അടയാളപ്പെടുത്തുകയായിരുന്നു. തന്റെ കുടുംബത്തെക്കാൾ അയാൾ റഷ്യയെ പ്രണയിച്ചു. വ്യക്തിപരമായ ഓരോ ബന്ധങ്ങളും സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിനു മുന്നിൽ വഴിമാറണമെന്ന് അയാൾ വിശ്വസിച്ചു. തന്റെ മക്കളുടെ കാര്യത്തിൽ പുട്ടിൻ പാലിച്ച രഹസ്യാത്മകത ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മരിയ, കത്രീന എന്നീ 2 മക്കൾ പുട്ടിനുണ്ടെന്ന് ലോകത്തിനറിയാം. പക്ഷേ അവരെവിടെയാണ്, അവരെന്ത് ചെയ്യുന്നു എന്നതൊക്കെ വലിയ രഹസ്യങ്ങളാണ്. റഷ്യയിലെ സാധാരണ സ്കൂളുകളിലും സർവകലാശാലകളിലും അവർ പഠിച്ചതുപോലും വ്യാജ പേരുകളിലായിരുന്നു. തന്റെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ ഒരു കരുവാകാതിരിക്കാനും അവർക്ക് സാധാരണ ജീവിതം ഉറപ്പാക്കാനുമാണ് താനിത് ചെയ്യുന്നതെന്ന് പുട്ടിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ അഴിച്ചുമാറ്റിയതോടെ വ്ളാഡിമിർ പുട്ടിൻ എന്ന ഭരണാധികാരി കൂടുതൽ സ്വതന്ത്രനായി. ഇനി അദ്ദേഹത്തിന് റഷ്യയല്ലാതെ മറ്റൊരു ലോകമില്ല. ഭയരഹിതനും ഏകാന്തനുമായ ഒരു ചക്രവർത്തിയായി പുട്ടിൻ പരിണമിച്ചു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ അഴിച്ചുമാറ്റി വ്യക്തിജീവിതം ഒരു ഇരുമ്പുമറയ്ക്കുള്ളിൽ സുരക്ഷിതമാക്കിയ പുട്ടിൻ 2013 ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി ഉയർന്നു. അയാൾക്കിനി തെളിയിക്കേണ്ടിയിരുന്നത് റഷ്യ ഒരു പ്രാദേശിക ശക്തി മാത്രമല്ല, മറിച്ച് ലോകഗതി നിശ്ചയിക്കുന്ന വൻ ശക്തിയാണെന്നായിരുന്നു. അമേരിക്കൻ ഏകധ്രുവ ലോകക്രമത്തെ വെല്ലുവിളിക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്തത് അതിശക്തമായ നയതന്ത്ര നീക്കങ്ങളായിരുന്നു. 2013 ജൂൺ 23 മോസ്കോയിലെ ഷെർമത്തിയേവോ അന്താരാഷ്ട്ര വിമാനത്താവളം പതിവ് പോലെ തിരക്കിലായിരുന്നു. ഹോങ്കോങ്ങിൽ നിന്നുള്ള എയ്റോഫ്ലോട്ട് വിമാനം റൺവേയിലേക്ക് പറന്നിറങ്ങി.
അതിൽ നിന്നും ലോകശക്തിയായ അമേരിക്കയുടെ ഉറക്കം കെടുത്തിയ ആ 29 വയസ്സുകാരൻ എഡ്വേർഡ് സ്നോഡൻ റഷ്യൻ മണ്ണിലേക്ക് വന്നിറങ്ങി. ലോകം നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന ചാരപ്രവർത്തനങ്ങളുടെ ഉൾക്കളികൾ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നയാളാണ് സ്നോഡൻ. 9 അമേരിക്കൻ ഇന്റർനെറ്റ് സ്ഥാപനങ്ങളുടെ സെർവറുകളും ഫോൺ സംഭാഷണങ്ങളും അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനകൾ ചോർത്തുന്നുവെന്ന വാർത്ത ഗാർഡിയൻ, വാഷിംഗ്ടൺ പോസ്റ്റ് ദിനപത്രങ്ങൾ വഴി പുറത്തു കൊണ്ടുവന്നത് സ്നോഡനായിരുന്നു. പക്ഷേ മോസ്കോയിലെ വിമാനത്താവളത്തിലിറങ്ങിയ നിമിഷം മുതൽ സ്നോഡൻ നേരിട്ടത് സമാനതകളില്ലാത്ത വെല്ലുവിളികളായിരുന്നു. അമേരിക്ക അയാളുടെ പാസ്പോർട്ട് റദ്ദാക്കി. നിയമപരമായി ഒരു രാജ്യവുമില്ലാത്ത മനുഷ്യനായി അയാൾ മാറി. വിമാനത്താവളത്തിലെ ട്രാൻസിറ്റ് സോണിലെ ഇടുങ്ങിയ മുറികളിൽ പുറം ലോകം കാണാതെ സ്നോഡൻ 39 ദിവസങ്ങൾ ചെലവഴിച്ചു. അമേരിക്ക സ്നോഡനെ കൈമാറാൻ റഷ്യയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. സ്നോഡനെ സഹായിക്കുന്ന രാജ്യങ്ങൾ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പരസ്യമായി താക്കീത് നൽകി. എന്നാൽ ഈ ഭീഷണികളൊന്നും പുടിനെ ഏശിയതേയില്ല. പുടിൻ സ്നോഡനെ സംരക്ഷിച്ചത് അതീവ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെയായിരുന്നു. അമേരിക്ക നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരാടിയ പോരാളിയായാണ് സ്നോഡനെ ലോകത്തിനു മുന്നിൽ പുടിൻ അവതരിപ്പിച്ചത്. റഷ്യയിൽ ജനാധിപത്യമില്ലെന്ന് വിമർശിക്കുന്ന അമേരിക്ക സ്വന്തം ജനതയുടെയും മറ്റ് രാജ്യങ്ങളുടെ നേതാക്കളുടെയും സ്വകാര്യതയെ എങ്ങനെയാണ് ചവിട്ടിമെതിക്കുന്നതെന്ന് പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. സ്നോഡൻ വിഷയത്തിൽ പ്രകോപിതനായ ബരാക് ഒബാമ മോസ്കോയിൽ പുടിനുമായി നടത്താനിരുന്ന ഉച്ചകോടി റദ്ദാക്കി. പിന്നീട് ഇരുവരും നേർക്കുനേർ കണ്ടത് 2013 സെപ്റ്റംബറിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന G20 ഉച്ചകോടിയിലാണ്. അവരന്ന് പങ്കുവച്ച തണുപ്പൻ ഹസ്തദാനവും പരസ്പരം നോക്കാതെയുള്ള ഇരിപ്പും വലിയ വാർത്തയായി. അമേരിക്കൻ മാധ്യമങ്ങൾ പുടിനെ പരിഹസിച്ചപ്പോൾ പുടിൻ നിശബ്ദത പാലിച്ചു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ അമേരിക്കയ്ക്കായി അടുത്ത വലിയൊരു പ്രഹരം പുടിൻ കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അത് സിറിയയുടെ മണ്ണിലായിരുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ശക്തികൾ ബഷർ അൽ അസദിനെ പുറത്താക്കാനൊരുങ്ങുമ്പോൾ പുടിൻ അവിടെ മറ്റൊരു ചതുരംഗക്കളി ആരംഭിച്ചു. 2013 ഓഗസ്റ്റ് മാസം സിറിയൻ ഭരണകൂടം രാസായുധം ഉപയോഗിച്ചു എന്നാരോപിച്ച് അമേരിക്ക സൈനിക നീക്കത്തിന് കോപ്പുകൂട്ടി. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പ്രഖ്യാപിച്ച റെഡ് ലൈൻ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു അമേരിക്കയുടെ ഔദ്യോഗിക വാദം. ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ വക്കിലായിരുന്ന ആ നിമിഷം അമേരിക്കയുടെ പടപ്പുറപ്പാടിനെ തടയാൻ പുടിൻ തന്റെ നയതന്ത്ര ബുദ്ധി പ്രയോഗിച്ചു. ഒബാമ യുദ്ധത്തിന് ഉത്തരവിടുന്നതിന് മുൻപ് അമേരിക്കൻ പത്രമായ ദി ന്യൂയോർക്ക് ടൈംസ് പുടിൻ എഴുതി നൽകിയ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അമേരിക്കൻ ജനതയോട് നേരിട്ട് സംവദിച്ച പുടിൻ സിറിയയിലെ രാസായുധങ്ങൾ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നശിപ്പിക്കാമെന്ന ഒരു കരാർ മുന്നോട്ടുവെച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് അന്ന് അമേരിക്ക നടത്താൻ പോകുന്ന സൈനിക നീക്കത്തിനെതിരായി വോട്ട് ചെയ്യുക കൂടി ചെയ്തതോടെ ഒബാമ പ്രതിരോധത്തിലായി. അങ്ങനെ വെടിയുണ്ട ഉതിർക്കാതെ അമേരിക്കയുടെ സൈനിക നീക്കത്തെ പുടിൻ നിശ്ചലമാക്കി. സിറിയൻ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം ലോകസമാധാനത്തിന്റെ വക്താവായി പുടിൻ സ്വയം അവരോധിച്ചു. സിറിയൻ പ്രതിസന്ധിയിലെ ഇടപെടലിലൂടെ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാൺ പുടിന്റെ കൈകളിലെത്തി. ഇത് റഷ്യയുടെ അന്താരാഷ്ട്ര പ്രതാപം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഗോള ആയുധ വിപണിയിൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുകയും ചെയ്തു. സൈനികമായും സാങ്കേതികമായും റഷ്യ വൻ കുതിച്ചുചാട്ടം കൂടി നടത്തിയതോടെ രാജ്യത്തിന്റെ വളർച്ചയുടെ വേഗതയേറി. റഷ്യയുടെ പുതിയ പ്രതാപം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ പുടിനൊരുക്കിയ മഹാമാമാങ്കമായിരുന്നു 2014 സോച്ചി ശൈത്യകാല ഒളിമ്പിക്സ്.
$50 ബില്യൺ ചെലവഴിച്ചു നിർമ്മിച്ച ആ ഒളിമ്പിക്സ് ഗ്രാമം ആധുനിക റഷ്യയുടെ സാമ്പത്തിക കരുത്തിന്റെ പ്രതീകമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ ഇത്രമേൽ വലിയൊരു നിക്ഷേപം നടത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. ലോക നേതാക്കൾ സോച്ചിയിൽ അണിനിരന്നപ്പോൾ റഷ്യയുടെ നഷ്ടപ്പെട്ട ആത്മാഭിമാനമാണ് അവിടെ വീണ്ടെടുക്കപ്പെട്ടത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും കായിക രംഗത്തും റഷ്യ നേടിയ ഈ വളർച്ച പുട്ടിന്റെ ഭരണത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകി. എന്നാൽ ഈ വിജയങ്ങളെല്ലാം ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. ഒളിമ്പിക്സ് ഗ്രാമത്തിലെ വെളിച്ചങ്ങൾ അണയും മുൻപേ പുടിൻ തന്റെ അടുത്ത ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു: യുക്രൈൻ. പുടിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ വെറുമൊരു രാജ്യമല്ല, മറിച്ച് റഷ്യയുടെ സുരക്ഷാ കവചമാണ്. റഷ്യയുടെ കരിങ്കടൽ നാവികപ്പടയുടെ ആസ്ഥാനമായ സേവാസ്റ്റോപോൾ തുറമുഖം നിലകൊള്ളുന്നത് യുക്രൈന്റെ ഭാഗമായ ക്രിമിയയിലാണ്. ആ തന്ത്രപ്രധാനമായ ഇടം കൈവിട്ടുപോകുന്നത് റഷ്യയുടെ ആഗോള സ്വാധീനത്തിന് വലിയൊരു പ്രഹരമാകുമെന്ന് ആ മുൻചാരൻ മുൻകൂട്ടി കണ്ടു. ആ പ്രദേശം തിരികെ പിടിക്കാനുള്ള അണിയറ നീക്കങ്ങൾ പുടിൻ ആരംഭിച്ചു.